ഇത് മിസ്റ്റർ ചന്തു, 10 വർഷത്തോളമായി സാറിന്റെ കൂടെ ആയിട്ട്. ജോണി, വെൽക്കം. Yes, Lawrence speaking. വരൂ. हाँ. अच्छा. अच्छा. Ah, that we'll see. Ah. Okay. Ah. Ah, फिर मिलेंगे. Okay. चंदू. Johnny. My son. My son. എന്റെ മകൻ എവിടെ? 17 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ഡാഡിയെ കണ്ടപ്പോ ആദ്യമായിട്ട് നിനക്ക് ഇതാണോ ചോദിക്കാൻ തോന്നിയത്? ഞാൻ എന്റെ മകനെ കൺകൊടുക്ക തൃപ്തിയായിട്ടൊന്ന് കണ്ടോട്ടെ. I missed you a lot, my son. എന്റെ മരുമകളെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും അവൾക്ക് സുഖം തന്നെയല്ലേ? എന്റെ മകൻ എവിടെ? അവൻ എന്ത് സംഭവിച്ചു? എന്റെ മകൻ എവിടെയെന്ന്? എന്റെ മകൻ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ തമാശ കേൾക്കാനല്ല ഞാൻ വന്നത്. ജോണി പ്ലീസ്. വളരെ നാളുകൾക്ക് ശേഷം എന്റെ മകനെ ഞാൻ കണ്ടപ്പോ ഒരു നിമിഷം ഞാൻ എല്ലാം മറന്നുപോയി മോനെ. 2 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഉടമസ്ഥൻ ആരാണെന്ന് അറിയിക്കാത്ത ശബ്ദം. ആരായാലും ശത്രുവാണെന്നുള്ളത് തീർച്ച. എന്റെ കൊച്ചുമകൻ അവരുടെ പക്കലുണ്ട്. അവനെ തിരിച്ചു കിട്ടണമെങ്കിൽ അവരുടെ ചില വ്യവസ്ഥകൾക്ക് ഞാൻ കീഴടങ്ങണം. ആരാണവര്? അവരാരാണെന്നറിഞ്ഞിരുന്നെങ്കിൽ നീ ഇവിടെ വരുമ്പോ നിന്നെ സ്വീകരിക്കുന്നത് നിന്റെ മകൻ തന്നെയായിരുന്നേനെ. നിനക്കെന്താ ആ കാര്യത്തിൽ സംശയമുണ്ടോ? നിന്റെ ഡാഡിക്ക് പ്രായമായി എന്നുള്ളത് സത്യം. പക്ഷേ പലതും പഴയതിനേക്കാൾ ചെറുപ്പം തന്നെയാണ് മോനെ. എന്താണ് അവരുടെ വ്യവസ്ഥകൾ? പറഞ്ഞിട്ടില്ല. വഴിയെ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അല്പം സമയം കൂടെ വേണം. എന്റെ ശത്രു ആരെന്ന് കണ്ടുപിടിക്കണം. എന്റെ കൊച്ചുമോനെ വീണ്ടെടുക്കണം. നിന്റെ ഒരു തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല മോനെ ഇത്. അതുകൊണ്ട് അവനെ വീണ്ടെടുത്ത് നിന്നെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്. ഞാൻ വിവരം പോലീസിനെ അറിയിക്കാം. പോലീസ്? എന്ത് പോലീസ്? ഏത് പോലീസ്? അവരെന്ത് ചെയ്യാൻ? ഉതിർന്നു വീണ വെടിയുണ്ടകളുടെ കണക്കുകൾ ലെഡ്ജറിൽ എഴുതി വെക്കാനോ? നോ. ഈ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ തിരിച്ചെടുക്കുന്ന കാര്യം എനിക്ക് വിട്ടു തന്നേക്ക്. അതുവരെ നീ ഭാര്യയും, അതായത് എന്റെ മരുമകളും ഇവിടെ എന്റെ കൂടെ താമസിക്കുന്നതായിരിക്കും നല്ലത്. നോ, ഒരിക്കലും നടക്കില്ല. ശരി, അത് നിന്റെ ഇഷ്ടം. ഞാൻ മൂലം ഉണ്ടായ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനെങ്കിലും എന്നെ അനുവദിക്കുമോ? വെൽ, ദാറ്റ്സ് ഗുഡ്. നിന്റെ റിട്ടേൺ ടിക്കറ്റ് റെഡിയാണ്. നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ്. അതുവരെ ഇവിടെ താമസിച്ചൂടെ? വേണ്ട, ഞാൻ ഹോട്ടലിൽ താമസിച്ചോളാം. പീറ്റർ. യെസ് സർ. ജോണി, ഒരു ദിവസമെങ്കിലും മോന് ഡാഡിയുടെ കൂടെ താമസിച്ചൂടെ? സോറി. ആരാ പീറ്ററിന്റെ മോനെ കിഡ്നാപ്പ് ചെയ്തത്? ആരാണ് എന്റെ ഡാഡിയുടെ ശത്രു? സാറിന് പലരും ശത്രുക്കളുണ്ട്. ഈ തൊഴിലിൽ ശത്രുക്കൾ ഉണ്ടാവുക സഹജമാണ്. വളരെ സ്നേഹവും വിശ്വാസവും ഉള്ളവർ പോലും ഏത് നിമിഷത്തിലും ശത്രുക്കളാണ്. അനുഭവം വന്നതിന് ശേഷമായിരിക്കും പലപ്പോഴും അത് അറിയുക തന്നെ. സാർ ഓർക്കുന്നുണ്ടോന്നറിയില്ല, ഡാഡിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, കാളിയപ്പ ചെട്ടിയാർ. ഇന്ന് ഡാഡിയുടെ പ്രധാന ശത്രുവും അയാൾ തന്നെയാണ്. അയാൾ എങ്ങനെ ഡാഡിയുടെ ശത്രുവായത്? ഈ തൊഴിലുമായി ബന്ധപ്പെട്ടവർ തമ്മിൽ പല കാര്യത്തിലും ധാരണയുണ്ടെന്ന വെപ്പ്. പക്ഷെ അതൊന്നും പ്രാവർത്തികമല്ല സാർ. ഒരു രേഖയുമില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളല്ലേ. അപ്പോൾ ചതിയും വഞ്ചനയും ഒറ്റും കുതികാൽ വെട്ടും ഒക്കെ നടക്കും. നിസ്സാര കാരണങ്ങൾ പോലും ചെന്ന് അവസാനിക്കുന്നത് രക്തച്ചൊരിച്ചില്ലായിരിക്കും. ചെട്ടിയാരുമായുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് സാറിന്റെ ഡാഡിയാണ്. അപ്പൊ പിന്നെ ശത്രുതയ്ക്ക് വേറെ വല്ല കാരണവും വേണോ സാർ? നവംബർ 10-ാം തീയതി ഗഞ്ചാവ് മാനിലത്തിലെ ഗഞ്ചാ മാനിലത്തിലെ
பஞ்சாப் மாநிலம்டா. சின்ன வயசுல பள்ளிக்கூடத்துக்கு போகாம ஏன்டா இங்க வந்து எழுத்து கூட்டி படிச்சுட்டு இருக்க? ஒழுங்கா படுற. என்னடா வெத்தல இல்ல ஜாதகம் பாக்குறீங்க? மடிச்சு கொடுறா. சரிங்க. ஹலோ, படம் பாக்குறியா? படி. 7 பேர் சுட்டு கொலை. ஐயா ஒரு சீரியஸ் மேட்டருங்க. எது பத்திரத்திலயா? அதான் படிச்சுக்கிட்டு இருக்குல்ல. இல்லீங்க, லாரன்ஸ் பேரனே. ஆமா, அவன் பேரனை யாரோ கடத்திக்கிட்டு போட்டாங்களா? அதுக்கு இதுக்கு என்னடா சம்பந்தம்? நீங்க கடத்தினதா லாரன்ஸ் சொல்றாருங்க. யாரு? நானா? ஆமாங்க. ஏய், யாருகிட்ட பேசுறேன்னு ஞாபகம் இருக்கா? நான் ஒண்ணு சொல்லலீங்க, அந்த லாரன்ஸ் தான் அப்படி சொன்னாருங்க. அப்படியா? அந்த லாரன்ஸுக்கு நம்ம யாருன்னு தெரியல. ஆமாங்க. இப்ப என்ன செய்யலாங்க? வாய மூடுறா ராஸ்கல். என்ன செய்யணும்னு எனக்கு நல்லா தெரியும். ஆனா அந்த லாரன்ஸ்க்கு அது தெரியாது. ഇത്രയും നേരം കരയായിരുന്നു. ഇപ്പോഴാ ഒന്ന് ഉറങ്ങിയത്. എപ്പോഴാ നീ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്? പറയാം. ചന്തു, ഈ വക കേസൊന്നും അധിക ദിവസം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അല്പ ദിവസം കൂടെ ക്ഷമിക്കേ. നിനക്ക് തരാനുള്ളത് തന്നിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവയ്ക്കണം. അതുവരെ ലോറൻസ് നമ്മളെ കണ്ടുപിടിക്കില്ല എന്നും ജീവനോടെ ഇരിക്കുമെന്നും എന്താ ഉറപ്പ്? കുട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം ആ ഉറപ്പുണ്ട്. ചന്തു, വ്യക്തിപരമായി എനിക്ക് ലോറൻസിനോട് പറയത്തക്ക വൈരാഗ്യമോ ശത്രുതയോ ഇല്ല. പിന്നെ നീ പറഞ്ഞതുകൊണ്ടും പെട്ടെന്ന് എന്തെങ്കിലും നേടുവാനുള്ള അത്യാഗ്രഹം കൊണ്ടുമാണ് ഞാൻ ഇതിന് കൂട്ടുതന്നത്. ഇപ്പൊ എനിക്ക് അല്പം ഭയമില്ലാതില്ല. ഞാൻ ആവശ്യമില്ലാതെ ആപ്പിലാവും. ഒന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. നിനക്കിതിൽ നേരിട്ടൊരു പങ്കുമില്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമുണ്ട്. സമയമാകുമ്പോ അറിയിക്കാം. അല്ല, ആ ബ്രേക്ക് ഡൗൺ ആയ വണ്ടി എവിടെ ആയിട്ടിരിക്കുന്നത്? അത് അവിടെ തന്നെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. ആ, കടുവയെ പിടിച്ച കിടുവയെ പറ്റി കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടു. ലോറൻസിന്റെ കൂടെ ഇരുന്ന് ഇവന് ഈ പണി ഒപ്പിക്കുന്നല്ലോ. ദാ, ഇത് നന്നായിട്ടുണ്ട്. ഇത് തന്നെ കൊടുത്താലോ? ടി വിയിലല്ലേ, കളറാവുമ്പോ നന്നായിരിക്കും. അപ്പച്ചന്റെ ഇഷ്ടം പോലെ കൊടുക്ക്. 66-67 ഞാൻ കാസർഗോഡ് എസ് ഐ ആയിരിക്കുന്ന സമയം കള്ളക്കടത്തുകാരുടെ പുഷ്കരകാലം. ബോംബെയിൽ നിന്നും ജയിൽ ചാടി കേരളത്തിൽ വന്ന ഒരു കള്ളക്കടത്തുകാരനെ പിടിക്കേണ്ട ചുമതല എന്റെ തലയിൽ. അന്ന് ഇതുപോലെ ടി വി ഒന്നുമില്ല. ജോണിക്കുട്ടിയായിരിക്കും. ആറ് മണിക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റാ, 12 മണിക്കൂർ ലേറ്റ്. വെതർ മോശമാണത്രേ. വിമാനത്തിന്റെ കാര്യമല്ലേ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ പിന്നെ അന്ന് ആ കള്ളക്കടത്തുകാരനെ കൊണ്ട് ഞാൻ അപ്പച്ച, ജോണിക്കുട്ടി, ആ. ഇതിലേത് ഫോട്ടോയാ വേണ്ടത്? എന്തിനാ? ടി വിയിൽ പരസ്യം കൊടുക്കാൻ, ആളെ കാണാനില്ലെന്ന് പറഞ്ഞു. ജോണി കണ്ടിട്ടില്ലേ വൈകിട്ട് വാർത്തകൾക്ക് മുമ്പ്? വേണ്ട, അത് കൊടുക്കണ്ട. അതെന്താ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ടി വി കൊടുക്കാൻ ഒരുപാട് കാശാവെന്ന് ഓർത്തിട്ടാണോ? ആയിരിക്കും. എന്റെ വരുമാനല്ലേ, അങ്ങനെ ആവാനേ വഴിയുള്ളൂ. എന്തുകൊണ്ട് മോന്റെ പടം ടി വി കൊടുത്തൂടാ? കൊടുത്തതുകൊണ്ട് എന്ത് പ്രയോജനം? കൊണ്ടുപോയൊരു അയ്യോ ഭാവം തോന്നി തിരിച്ചുകൊണ്ടുവരുന്നതാണ് എന്റെ വിചാരം. ഒരുപക്ഷെ അവരുടെ പിടിയിൽ നിന്ന് മോൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും പണത്തിനു വേണ്ടി അവർ ഇതുവരെ നമ്മളെ വിളിക്കാത്തത്. അതൊക്കെ നിന്റെ തോന്നലുകളല്ലേ? ഒരുപക്ഷെ സംഭവിച്ചത് അങ്ങനെയാണെങ്കിലോ? എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? ജോണിക്ക് എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ജോണി എന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നു. പറയൂ, എന്തിനാ ബോംബെക്ക് പോയത്? നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്? ഇല്ല, ഞാൻ ഏ, നിന്നേക്കാൾ കൂടുതൽ ടെൻഷനും പ്രയാസവും എനിക്കിപ്പോ ഉണ്ട്. ഫോർ ഗോഡ് സേക്ക് എനിക്ക് അല്പം മനസ്സമാധാനമാണ് ഇപ്പൊ ആവശ്യം. പ്ലീസ്. വരൂ, അകത്തേക്ക് പോവാം. ഇവിടെ നല്ല തണുപ്പുണ്ട്.
താനെന്തിനാ ഇവിടെ വന്നത്? ലോറൻസ് സാറ് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഡാഡി ആകെ പറയിട്ടാണ്. നിങ്ങൾ ഉടനെ അങ്ങോട്ട് താമസം മാറ്റണം. സാധ്യമല്ല. മോനെ, കാര്യങ്ങൾ വിചാരിച്ചതിലും സങ്കീർണമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോന്നാണ് അദ്ദേഹത്തിന്റെ ഭയം. കാരണം അതിപ്പോ അതേക്കുറിച്ച് ദയവായി എന്നോട് ഒന്നും ചോദിക്കരുത്. എന്തുകൊണ്ടും നിങ്ങൾ അവിടെ ആയിരുന്നാൽ സുരക്ഷിതരായിരിക്കും. സാധ്യമല്ലെന്ന് പറഞ്ഞില്ല, നിങ്ങൾ പോയിക്കോളൂ. ജോണി, ലോറൻസ് സാറിനോട് ഞാൻ എന്ത് പറയണം? ഏത് നരകത്തിലെങ്ങനെ പോയി തൊലയാൻ പറ. ജോണി, ആരാ വന്നത്? അത് 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 കമ്പനിയുടെ ഒരു കസ്റ്റമറാ. ആരാ ലോറൻസ്? അതൊരു കസ്റ്റമറാ. അയാളോട് എന്തിനാ നരകത്തിൽ പോയി തൊലയാൻ പറഞ്ഞത്? ഇനി എത്ര നുണക്കെട്ടുകൾ അഴിക്കാൻ ബാക്കിയുണ്ട്? ജോണി, സത്യമല്ലാത്ത മറ്റൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. 3-4 ദിവസമായി നിങ്ങൾ എന്നിൽ നിന്നും പലതും മറയ്ക്കുന്നു. അതെന്തായിരുന്നാലും ശരി, അതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയണം. എനിക്കതിനുള്ള അവകാശമില്ലേ? എന്റെ മകൻ എന്ത് സംഭവിച്ചു? പറയൂ പ്ലീസ്. ശരി, ജോണി ഒന്നും പറയണ്ട. പക്ഷെ ഒരു കാര്യം, ജോണി ഉള്ളത് മുഴുവൻ തുറന്നു പറയാതെ ഞാൻ ഇനി ജലപാനം കഴിക്കില്ല. സത്യം. എനിക്കിനി താങ്ങാനാവില്ല ജോണി. എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോന്നെങ്കിലും എനിക്കറിയണം. ഇനി നിന്നോടൊന്നും വിളിക്കേണ്ട കാര്യമില്ല. നീ കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ ലോറൻസ് ആരാണ്? എന്റെ ഡാഡിയാണ്, എന്റെ സ്വന്തം അച്ഛൻ. ജോണിയുടെ അപ്പച്ചനും അമ്മച്ചിയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞിരുന്നത്? അത് നുണയായിരുന്നു. ഇന്ത്യയിലെ അധോലോക നായകന്മാരിൽ പ്രമാണിയാണ് എന്റെ ഡാഡി. ന്യായത്തിനും നീതിക്കും സത്യത്തിനും നിരക്കാതെ ഡാഡിയുടെ പ്രവൃത്തികളെ ഞാൻ എതിർത്തിരുന്നു. പ്രായം കൂടുന്തോറും എന്റെ എതിർപ്പിന്റെ ശക്തിയും കൂടിക്കൂടി വന്നു. മമ്മിയുടെ മരണശേഷം എല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായി ഞാൻ ആ വീട് വിട്ടു പോന്നു. പിന്നീടാണ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതും സ്നേഹിച്ചതും വിവാഹം കഴിച്ചതൊക്കെ. എന്നേക്കുമായി അടച്ചിട്ട ഒരു അധ്യായം വീണ്ടും തുറക്കണ്ടെന്ന് കരുതിയാണ് ഡാഡി മമ്മി ഒരു ആക്സിഡന്റ് മരിച്ചുപോയെന്ന് നിന്നോട് ഞാൻ നുണ പറഞ്ഞു. കൂടാതെ ഇങ്ങനെ ഒരാളുടെ മകനാണ് ഞാനെന്നറിഞ്ഞാൽ നീ എന്നെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നി. യു നോ മീര, ഹൗ മച്ച് ഐ ലവ് യു. ജോണി എന്തിനാ ബോംബെക്ക് പോയത്? ഡാഡി വിളിച്ചിട്ട്. ഡാഡിയുടെ ഏതോ ശത്രുക്കളാണ് നമ്മുടെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. ഡാഡിയുടെ ശത്രുക്കളോ? കാരണം? അവരുടെ എന്തോ കാര്യത്തിന് ഡാഡിയെ മുട്ടുകുത്തിക്കാൻ. ആരാണവര്? ആരാണവരെന്ന് വ്യക്തമായിട്ടില്ല. പലരെയും സംശയിക്കുന്നുണ്ട്. ഡാഡിയുടെ ഒരു പഴയ പാർട്ട്ണർ ചെട്ടിയാരെയാണ് കൂടുതൽ സംശയിക്കുന്നത്. അവരെന്തിനാ ജോണി നമ്മുടെ മകനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും നമ്മുടെ കുഞ്ഞിനെ സുരക്ഷിതമായി നമ്മളെ ഏൽപ്പിക്കാമെന്ന് ഡാഡി ഏറ്റിട്ടുണ്ട്. നമ്മുടെ ജീവനും അപകടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് മാറാമെന്ന് പറയാനാണ് പീറ്റർ വന്നത്. ഡാഡിയുടെ പ്രധാന സഹായിയാണ് അയാൾ. ജോണി, നിന്റെ ഡാഡിയോട് മര്യാദയ്ക്ക് കീഴടങ്ങാൻ പറയൂ. ഇല്ലെങ്കിൽ മകന് മാത്രമല്ല നിനക്കും നിന്റെ ഭാര്യയ്ക്കും ആപത്ത് സംഭവിക്കാം. സംശയമുണ്ടെങ്കിൽ മുന്നിലെ വാതിൽ തുറന്നു നോക്കൂ. ഹലോ, നീ ആരാണ്? ഇരേ,
Is it 211375 Bombay? മീരേ മീരേ നീ എങ്ങോട്ടാ? എന്താ നിന്റെ ഉദ്ദേശം? എല്ലാ കാര്യവും പോലീസിനെ അറിയിക്കാം. എന്ത് കാര്യത്തിന്? അവർക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നീ പറയുന്നേ? എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കെങ്ങനെ അറിയാം? ജോണി, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഇനിയും നടന്ന വിവരം പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല. ഭ്രാന്താണ് നിനക്ക്. പോലീസിനെ അറിയിച്ചാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാനിതൊക്കെ പോലീസിൽ നിന്ന് മറച്ചു വെക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യാനാണ് ജോണിയുടെ ഭാവം?